ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കാലവർഷം വന്നു. നമ്മുടെ തോട്ടിലൊക്കെ വെള്ളമായി. വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കായിട്ടുണ്ട് തോട്ടിലൊക്കെ. അതേ പായലൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു അപ്പർ കുട്ടനാട് മേഖലയാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം തന്നെ മഴ പെയ്ത് വെള്ളം വരുന്നത് ഇങ്ങോട്ടേക്കൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 5-6 കപ്പ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നേ. ആ കപ്പ ഏകദേശം നമ്മൾ വെള്ളത്തിലായിരുന്നു. നമ്മുടെ വഴിയുടെ സൈഡിൽ പച്ചക്കറിയൊക്കെ ചെയ്ത സ്ഥലത്ത് നമ്മൾ വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ പറിച്ച് രാവിലെ വെള്ളം ഇവിടെയൊക്കെ ആയിരുന്നു. വഴിയിൽ സീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ കപ്പ എന്താ വെച്ചാൽ പറിച്ചിട്ട് അതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. ശരിക്കും ഈ കപ്പ നമ്മൾ നടാനുള്ള സംവിധാനം നോക്കി ജസ്റ്റ് ഒന്ന് പാകി വെച്ചിരുന്നു. നമുക്ക് പ്രോപ്പറായിട്ട് നടാൻ പറ്റിയില്ല. എന്നിട്ടാണ് അതിൽ ഇത്രയും കപ്പകൾ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് വെട്ടി നോക്കട്ടെ. അപ്പോൾ ദേവദത്തിനാണ് നമ്മുടെ ക്യാമറമാൻ ഇന്ന്. ഞാനപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കുവാണേ. അപ്പം ഒരു കപ്പ അങ്ങോട്ട് കളിച്ചു, 2 കപ്പ, 3 കപ്പ, 4 കപ്പ. ഗൈസ്, കപ്പയൊക്കെ വെട്ടുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ കപ്പ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ പൊളിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു രക്ഷയില്ലാത്ത പരിപാടിയായത്. കപ്പ ഇങ്ങനെ സ്പോട്ടിൽ തന്നെ പൊളിക്കുക, എന്നിട്ട് കഴിക്കുക. അടിപൊളി വേണം കേട്ടോ. ഇങ്ങനെ കപ്പ പറിക്കപ്പോൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ കമൻറ്റ് വേണം. ഒന്നുമില്ല, ചെറിയ കപ്പയുള്ളൂ. പക്ഷെ നമ്മൾ നട്ടതിനകത്ത് കിട്ടുമ്പം ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ കപ്പ വെട്ടുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ ബോണസുകൾ നമുക്ക് കിട്ടും. അപ്പം ഇത് തിന്നാൻ വേണ്ടി ഒരാൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇങ്ങോട്ട് വാ. അപ്പം കപ്പ ടേസ്റ്റ് നോക്കാനുള്ള വെയിറ്റിംഗ് ആണ്. ഞാൻ കഴുകിയൊക്കെ എടുത്ത കപ്പയാണ്. കുഞ്ഞു നോക്കി പറ, എങ്ങനെ ഉണ്ടെന്ന് പറ. ക്യാമറയിലോട്ട് പറ. സൂപ്പർ. നമ്മൾ ഇന്ന് ഈ കപ്പ പുഴുങ്ങും. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള തൂളിയുണ്ട് കേട്ടോ. തൂളിയും പിന്നെ നമ്മുടെ ഏട്ടക്കുരി. അപ്പോൾ നമ്മുടെ തോട്ടിലെ അവസ്ഥ ഇതാണ്. വെള്ളം നന്നായിട്ട് പൊങ്ങി നിൽക്കുക. നമ്മുടെ വഴിയിലെല്ലാം വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ കൃഷിയും നമ്മുടെ ചെടികളും ഒക്കെ. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നമ്മളിതെല്ലാം എടുത്ത് മാറ്റി. ഇപ്പോൾ ഈ ഗൂസ് നടക്കുന്നുണ്ടോ. ശരിക്കും ഇത് നമ്മൾ ചെടി വെച്ചിരുന്ന സ്ഥലമാണ്. കുറേ ചെടികളും ഒക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മളെല്ലാം. ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് മാറ്റിയെന്ന്. അപ്പോൾ നമ്മുടെ വഴിയിൽ ഇതേ മുട്ടോളം വെള്ളമായിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലെ പയർ കൃഷിയുടെയൊക്കെ അവസ്ഥ കണ്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് അവിടെ കിടക്കുന്നു, നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ കിടക്കുന്നു. പിന്നെ നമ്മുടെ പാവലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കുറേ ചെടികൾ മുളകൊക്കെ എടുത്ത് നമ്മളപ്പുറത്ത് അങ്ങൊരു പിച്ചിങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ അടുത്തുള്ള പിച്ചിങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ, ഇവിടെയൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത ഇതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അത് നമ്മൾ മരക്കുറ്റിയെ നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്, അത് മാറ്റിയിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അത് ചേമ്പ് പോകില്ലല്ലോ വെള്ളം കയറിയാൽ. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം നമ്മൾ മാറ്റി നമ്മുടെ പുതിയ വീടിൻ്റെ, നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അടുത്തോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രമാത്രം നമുക്ക് സേവ് ചെയ്തെടുക്കാം, ഇനി വെള്ളം എത്രമാത്രം പൊങ്ങുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇച്ചിരി പൊക്കമുള്ള സ്ഥലമാണ്. ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇതൊരു ജിഫി ബാഗിലും ഒക്കെ ഉള്ളതിനൊക്കെ കുറച്ച് മഞ്ഞൾ നമ്മൾ നടാൻ വേണ്ടി കൊണ്ട് വെച്ചിരുന്നതാണ്. അതൊക്കെ ഇവിടെ നിന്ന് കിളുത്തത് മാറ്റി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചെടികൾ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ. ഞാൻ ഇങ്ങനെ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മണ്ണൂടെയൊക്കെ ആഡ് ചെയ്ത് അഡീഷണൽ വളം കൂടെയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. നമ്മുടെ ലേഡീസ് കനകാമ്പരാണ്. അതിൽ പൂ വരുന്നുണ്ട്. കുറേ എത്തുകളുണ്ട്. ഒരു ചട്ടിക്കകത്ത് നിൽക്കുന്ന ചെടി നിറയെ ആയിട്ടുണ്ട്. പിന്നെ ഇലച്ചെടികളാണ്. ഇത് കാണാം, നമ്മുടെ നല്ല ഗ്രൗണ്ട് ഓർക്കിഡാണ്. അടിപൊളി. ഒരു മഞ്ഞ റോസ്. പിള്ളേർ സൈക്കിളെ വരുന്നുണ്ടോ. വെള്ളം അതുപോലെ ആയിട്ടുണ്ട്, മുട്ടറ്റം വെള്ളമായിട്ടുണ്ട് വഴിയിലൊക്കെ.
ഗ്രൗണ്ട് ഓർക്കിഡുകൾ ശരിക്കും ഇതൊക്കെ ഒന്ന് ഓർഡറിലാക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെടികളൊക്കെ ഓർഡറിലാക്കാനുണ്ട്. അല്ല ഇപ്പോൾ ഒന്ന് ഇത് നമ്മുടെ കൽക്കട്ട റോസിൻ്റെ ഒരു വെറൈറ്റി ആയിരുന്നു. അതെല്ലാം പ്രൂൺ ചെയ്യണം. മഴയത്തിന് നമുക്ക് സാഫൊന്നും അടിച്ചു വെക്കാനൊന്നും പറ്റൂല. എല്ലാം ഒന്ന് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതേ എങ്ങനെയൊന്ന് സേഫാക്കി എടുക്കുക. നമ്മുടെ ക്ലൈമ്പിംഗ് റോസ് ആണ്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളതാണ്. ഉണ്ട് ക്ലൈമ്പിംഗ് റോസ് ഉണ്ട്, സാൻഡൽ കളർ കണ്ടോ, അടിപൊളി സ്മെല്ലും ഉണ്ട്, നല്ല ഭംഗിയുമുള്ള റോസാണ്. ഇത് ശരിക്കും ക്ലൈമ്പിംഗ് ആണ്, അടിപൊളിയല്ലേ. ഇത് ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ മൊട്ട് വരാനുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ സമയമാണെന്ന് തോന്നുന്നു. മുല്ലയൊക്കെ നിറയെ മൊട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് നമ്മൾ ചെമ്പരത്തി ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതൊക്കെ മറ്റേ ഇലച്ചെടിയാണ്. ഇങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഈ വെള്ളം പ്രമാണിച്ച് മാറ്റി മാറ്റി വെച്ചേക്ക്. ഇതൊക്കെ താഴെ നിന്നൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചേക്കുന്ന ചട്ടിക്കകത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡുകളും ഈ ചെടിയും. നമ്മുടെ പുതിയൊരു കാശ്മീരി റോസിൻ്റെയാണ്, പുതിയൊരു ഒന്ന് വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. തൊക്കിയിട്ടേക്കുന്നത് നമ്മുടെ 10 മണികളൊക്കെ വെള്ളത്തിൽ നിന്നതാണ്. കുറേ വെറൈറ്റി 10 മണിയുണ്ട്. ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ പറിച്ചത് ഒരു ബേസിനകത്താക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടത് ഒരു കാശ്മീരി റോസിൻ്റെ ഒരു പൂവാണ്. എനിക്ക് ഒരാഴ്ച കൂടുതൽ നിൽക്കുന്ന പൂവാണ്. അടിപൊളിയല്ലേ, ഒരാഴ്ച കൂടുതൽ നിൽക്കുന്ന പൂവാണേ. അതൊക്കെ മാറ്റി വെച്ചേക്കുന്ന മറ്റേ വിങ്ക റോസ് ഇലച്ചെടികൾ. റോസൊക്കെ നമ്മൾ ചാണകമൊക്കെ ഇട്ട് അടിപൊളിയാക്കി വരാൻ വേണ്ടിയൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. റോസൊക്കെ പൊട്ടിക്കളിക്കുന്നുണ്ടോ, പുതിയ ചാണകമൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ കനത്ത മഴയും. ഇങ്ങനെ ഇവിടെ എല്ലാം ചെടികളാണ്, നിറയെ ചെടികൾ. ഇത് ശംഖുപുഷ്പം താഴെ വെള്ളത്തിൽ ഇരുന്നത്, അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ വള്ളിയൊക്കെ മാറ്റി വേരും ചെറിയൊരു വള്ളി മാത്രമായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന ചെടികളാണ്. ഇവിടെ എല്ലാം നമ്മൾ കുറേ ഫേണൊക്കെ ഉണ്ട് മാറ്റി വെക്കാനായിട്ട്. ഇതെല്ലാം വെള്ളപ്പൊക്കെ പുതിന ഉണ്ടോ, നമ്മൾ പുതിന ആ വെള്ളത്തിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ മാറ്റി പാത്രത്തിലോട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുളകാണ്. നമ്മുടെ കൃഷിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നെയ്മുളകാണ്, ഉണ്ടമുളകുണ്ട്, നെയ്മുളക്. ഇതെല്ലാം നമ്മളിത് ചാക്കിനകത്താക്കി, വലിയ വെയിറ്റ് ഇല്ല, കരിയിലയാണ് കൂടുതലും ഉള്ളത്, അതുകൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ബോഗൺവില്ലയൊക്കെ നമുക്ക് ഈ സീസണിൽ നിറയെ പൂ തന്ന ചെടികളാണ് കേട്ടോ. നിറയെ പൂ ഉണ്ടായിരുന്ന ബോഗൺവില്ലകളാണ് ഇതൊക്കെ. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്, താഴെ കിടന്ന് നിറയെ പൂവായിട്ടുണ്ട്. നമുക്ക് കലാത്തിയ നിൽക്കുന്നുണ്ടോ. പിന്നെ ഫേണ് നമ്മൾ ചട്ടിക്കകത്ത് വെച്ചിരുന്നതാണ്. അത് ഇവിടെ എല്ലാം കിടന്ന് ഇതെല്ലാം പതി കുറേ ചട്ടികളേക്ക് ആക്കി മാറ്റാനുണ്ട്. ഇത് കണ്ടോ, ഈ അരയിലേക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം പെസ്റ്റിസൈഡൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട്, വളമൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നത്. ഇത് നമ്മുടെ ഒരു ക്ലൈമ്പിംഗ് റോസാണ്. ഹൈഡ്രാഞ്ചിയ ഉണ്ടോ, മീൻസ് ഹൈബ്രിഡാണ്. നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ താഴെയാണ് നിന്നിരുന്നത്, ഇപ്പം ഞാനെടുത്ത് മേളിലോട്ട് ഇന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ നമ്മുടെ സ്റ്റെയറിൽ, നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ സ്റ്റെയറിൻ്റെ 2 വശത്തുമായിട്ട് നമ്മുടെ അരേലിയകൾ വെച്ചിട്ടുണ്ട്. അരേലിയ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5-6 അരേലിയകൾ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അത്രയും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്നും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത അരേലിയകളാണ് ബാക്കിയെല്ലാം. നല്ല ഭംഗിയില്ല അരേലിയ. ഓക്കെ ഗൈസ്, നമ്മുടെ അരേലിയ അതേ നല്ല മുട്ടയായിട്ട് വലുതായിട്ട് നിൽക്കുന്നില്ലേ. ഞാനിത് നമ്മുടെ സ്റ്റെയറിൽ 2 വശത്തുമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വശത്ത് അരേലിയ കുഞ്ഞന്മാരും ഒരു വശത്ത് വലിയ അരേലിയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ വരാന്തയിൽ കുറേ ചെടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ പെറ്റൂണിയ. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ ഹാങ്ങിങ്ങാണ്. ശരിക്കും ഒട്ടും മഴ പറ്റാത്തൊരു ചെടിയാണ് കേട്ടോ ഹാങ്ങിങ്ങിൻ്റെ. നന്നായിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫംഗസ് അടിച്ച ഭാഗം. അതുകൊണ്ട് ഇതിനൊക്കെ ഫംഗസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടുന്ന് മാറ്റണം. അയ്യോ, നല്ല പ്രശ്നമായി. മഴ അടിയന്തരമായിട്ട് മാറ്റേണ്ട ചെടിയാണ്. മഴയും വെള്ളം നല്ല പ്രശ്നമായി. ഇവിടെ വെക്കാനാണ് ഗൈസ് സ്ഥലം ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. വെള്ളം ഒട്ടും വീഴാതെ സ്ഥലത്ത് വേണം വെക്കാൻ. നമ്മുടെ അരേക്ക പാംസ്, പിന്നെ നമ്മുടെ കക്കപ്പൂ, പിന്നെ നമ്മുടെ വെള്ള വിങ്ക. നല്ല വിങ്ക അല്ലേ,
വെള്ളയിൽ ഒരു ചുമന്ന ഡോട്ടുള്ള വിങ്ക. പിന്നെ ഇവിടെയൊക്കെ 10 മണികളുണ്ട്, പാമുണ്ട്, ഇങ്ങനെ ഇങ്ങ് വെച്ചേക്കുന്നു. എല്ലാ ചെടികളും കൂടി സ്ഥലം വേണ്ടേ. അപ്പോൾ നമുക്ക് വെള്ളം അലമ്പില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ എടുത്തേക്കുക. അപ്പോൾ നമ്മുടെ പണി നടന്നിട്ടില്ല, വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഇൻ്റർലോക്കായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ഗൈസ്. ഇത് അടുത്തൊരു വിങ്ക, അടുത്തൊരു വിങ്ക, പാമ്പ്, കാക്കപ്പൂ, ഇതിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതിന് കുഴപ്പമില്ല, നമ്മുടെ മണി പ്ലാന്റ് വെറൈറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫേണ്. അപ്പോൾ നമ്മുടെ ഈ ചെടിയുണ്ട് നല്ല കോപ്പർ കളറല്ലേ, ഹാങ്ങിങ് ആണ്. അത് കൂടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട് അതിൽ. കാക്കപ്പൂ, ഫേണൊക്കെ അതേ വലുതായി നിൽക്കുന്നു. അപ്പം ഗൈസ് ഇതാണ് ഈ നമ്മുടെ ഒരു ഹാങ്ങിങ്ങിൻ്റെ അവസ്ഥ. ഉണ്ടോ, നിറയെ മഴ പെയ്ത് വീക്കായിപ്പോയി പ്ലാന്റ്. ഇതിന് ഈ മഴ പെയ്ത് കഴിഞ്ഞുള്ളൊരു പ്രശ്നം ഇത് ഹാങ്ങിങ്ങിൻ്റെ. ഇത് കണ്ടോ, ഈ ഇല കണ്ടോ, ഇത് പട്ടുപോകും. ഇത് പെട്ടെന്ന് ഇത് ഇൻഫെക്ഷനായിട്ട് ചെടി ഫുള്ള് പോകും, ഡൈബാക്ക് അടിക്കും. ഇങ്ങനെയുള്ള ഇലകളൊക്കെ നശിപ്പിച്ച് കളയുക. ഇതുണ്ടോ, ഇത് പണിയാണ് എൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ മേളിൽ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഒരു ചെടികളുടെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ. അപ്പം വെള്ളപ്പൊക്കം ഞങ്ങളെപ്പോലുള്ള അപ്പർ കുട്ടനാടുകാർക്ക് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെടികളും പച്ചക്കറികളും ഒക്കെ ഈ സമയത്ത് നമുക്ക് നല്ല പ്രശ്നമായിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പം ഇതൊക്കെ ഇനിയും വെള്ളം കുറച്ചുകൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ട്രബിളിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെടികളുടെ അപ്ഡേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കപ്പ ഇന്നിപ്പോൾ വെള്ളപ്പൊക്കമായിട്ട് പറിച്ചതും നമ്മുടെ തോട്ടിൽ നിന്ന് പിടിച്ച നമ്മുടെ നല്ല തൂളിയും കറിയായി സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് വായിൽ വെച്ച് ആരെയും കാണിക്കുന്നില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.